തദ്ദേശ പോരാട്ടത്തിൽ സംസ്ഥാനത്ത് വലതു തരംഗം. 6-ൽ 4 കോർപ്പറേഷനുകളും 7 ജില്ലാ പഞ്ചായത്തും പിടിച്ചെടുത്ത് വലതുപക്ഷം കരുത്തുകാട്ടി. സംസ്ഥാന രാഷ്ട്രീയത്തിൽ UDF പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തിരിച്ചുവരവ് നടത്തി. ഇടതുപക്ഷത്തിനേറ്റ ഈ കനത്ത തിരിച്ചടിയുടെ പിന്നിൽ 10 വർഷം നീണ്ട ഇടതുഭരണത്തോടുള്ള ഭരണവിരുദ്ധ വികാരത്തിന് ഒരു മുഖ്യ പങ്കുണ്ടെന്ന് പറയുന്നവർ ഏറുകയാണ്. അതാകട്ടെ പിണറായി വിരുദ്ധതയിൽ മുളച്ചു പൊന്തിയതാണ് താനും. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളെ വെള്ളപൂശിയ പിണറായിക്കുള്ള മറുപടിയാണിത്. വെള്ളാപ്പള്ളി പറഞ്ഞ മലപ്പുറം വിരുദ്ധ പരാമർശത്തെ സരസ്വതി വിലാസമായി തള്ളിക്കളഞ്ഞ പിണറായിക്കെതിരെയുള്ള മലപ്പുറത്തിന്റെ ജനവിധി മലപ്പുറത്ത് പ്രതിപക്ഷമില്ലാത്ത ജില്ലയാക്കി. ഭൂരിപക്ഷ പ്രീണനത്തിന്റെ ഗുണഭോക്താക്കളായത് BJP നേതൃത്വം നൽകുന്ന NDA ആണെന്ന് പകൽ പോലെ വ്യക്തം. എന്നാൽ ഇതുമാത്രമാണോ ഈ തിരിച്ചടിയിലേക്ക് ഇടതിനെ നയിച്ചത്? ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇടതു സർക്കാർ ഒളിച്ചു കളിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു. മാത്രമല്ല, ചില സമുദായ നേതാക്കളെ കൂട്ടുപിടിച്ച് പ്രതിപക്ഷത്തെ നേരിടാമെന്ന ഇടതു വ്യാമോഹത്തിന്റെ മുഖത്ത് അടി കിട്ടിക്കഴിഞ്ഞു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൂടെ നിന്നതുകൊണ്ട് മാത്രം ആ സമുദായത്തിൽ ജനിച്ചവരുടെ പിന്തുണ ലഭിക്കില്ലെന്നാണ് ഇടതിന് ഈ തിരഞ്ഞെടുപ്പ് നൽകിയ സാക്ഷ്യപത്രം. ഇതോടൊപ്പം സർക്കാർ വിരുദ്ധ സമരങ്ങളോടും ആശാസമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളോടും ഇടതുപക്ഷത്തിലുള്ള നിഷേധ സമീപനം തിരിച്ചടിയായി. അവസരം കിട്ടിയ പൊതുജനം പ്രതിഷേധം രേഖപ്പെടുത്താൻ ഉപയോഗിച്ചു എന്ന് ഇനിയെങ്കിലും ബോധ്യപ്പെടണം. പരമ്പരാഗതമായി വലതുപക്ഷത്തിനൊപ്പം നിന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടർത്തി മാറ്റാൻ കഴിഞ്ഞ കുറേ നാളായി CPM ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വലതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ സ്വന്തം ഭൂമി തിരിച്ചു പിടിച്ചു എന്ന് വേണം കരുതാൻ. അതേസമയം മറുവശത്ത് പരമ്പരാഗതമായി ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഭൂരിപക്ഷ സമുദായം പല കാരണങ്ങളാൽ ശബരിമല ഉൾപ്പെടെ ഒട്ടൊന്ന് മാറി ചിന്തിക്കുകയും ചെയ്തു. ഭൂരിപക്ഷ വോട്ടുകൾ ഇടത് വലത് BJP മുന്നണികൾക്കായി വിഭജിക്കപ്പെടുകയും ന്യൂനപക്ഷം വലതിനൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇതാണ് UDFന് തിളക്കമാർന്ന തിരിച്ചുവരവ് സമ്മാനിച്ചത്. 2010 ശേഷം UDFന്റെ മികച്ച തിരിച്ചുവരവാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. എന്തൊക്കെയാണ് UDFന്റെ കുതിപ്പിന് പിന്നിൽ? പാർട്ടിക്കും മുന്നണിക്കും അകത്തെ ആശയ ഭിന്നതകൾ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള വടംവലികൾ, കടുത്ത വിഭാഗീയത, ലൈംഗിക പീഡനാരോപണ കേസിൽപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തായ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മാനിച്ച വെല്ലുവിളികൾ. ഒരുപക്ഷെ UDF അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുർബലവും ദയനീയവുമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇലക്ഷനിൽ തിളക്കമാർന്ന തിരിച്ചുവരവ് നടത്തുന്നത്. ശരിക്കും പിണറായിസത്തിനെതിരെയുള്ള വികാരമാണോ UDFന് ഗുണം ചെയ്തത്? തെരുവുനായ ശല്യം മുതൽ മാലിന്യ നിർമ്മാർജ്ജനത്തിലെ പരാജയം, ആരോഗ്യരംഗത്തെ തുടർച്ചയായ പ്രശ്നങ്ങൾ, ഇവയൊക്കെ വലതുപക്ഷത്തിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ വിജയം UDFന് അമിതാത്മവിശ്വാസം നൽകിയാൽ നിയമസഭയിൽ കണ്ടറിയേണ്ടി വരുമെന്ന് പറയാതെ വയ്യ.